ധാതാവും മറ്റു ദേവപ്രമുഖരുമഖിലം കൂപ്പിടും ലോകമാതേ. നീതാനല്ലോ ജഗത്തിൻ ജനനിയുമതുപോൽ താതനും തർക്കമില്ല. ചേതോ മാലിന്യമെല്ലാം അകലെ വെടിയുവാനായി നിത്യം തൊഴുന്നേൻ. മാതാവേ കാത്തുരക്ഷിക്കുക, കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം നവമസ്കന്ധം 27-ാമത്തെ അധ്യായം ഇന്നലെ സമർപ്പിച്ചു. ഇന്നു മുതൽ അടുത്ത 28-ാമത്തെ അധ്യായമാണ് തുടങ്ങുന്നത്. വിഷയം യമനും സാവിത്രിയും തമ്മിലുള്ള സംവാദമാണ്. യമസാവിത്രി സംവാദമാണ് ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നത്. ശ്രീനാരായണ ഉവാച യമസ്യ വചനം ശ്രുത്വാ സാവിത്രീ ച പതിവ്രതാ തുഷ്ടാപരയാ ഭക്ത്യാ തമുവാച മനസ്വിനി. പതിവ്രതയായിട്ടുള്ള സാവിത്രി യമൻ ഇപ്രകാരം പറഞ്ഞ വാക്കുകളെ കേട്ട് ഭക്തിയോടുകൂടി ആ യമധർമ്മനെ സ്തുതിച്ച് പറയാണ്. സാവിത്ര്യോവാച കിം കർമ്മ തത് ഭവേത് കേന കോ വാ തത് ഹേതുരേവജ കോ വാ ദേഹി ച ദേഹ കോ വാത്ര കർമ്മകാരക. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ കർമ്മം ഉണ്ടാവാനുള്ള കാരണം, അതിനുള്ള കാരണം എന്താണ്? ആരാണ് ഈ ദേഹി? എന്താണ് ഈ ദേഹം? ആരാണ് കർമ്മം ചെയ്യുന്നത്? എന്താണ് ജ്ഞാനം? എന്താണ് ബുദ്ധി? ശരീരികളുടെ പ്രാണനാരാണ്? ഇന്ദ്രിയങ്ങൾ ഏതെല്ലാം? അവയുടെ ലക്ഷണം എന്താണ്? അവയുടെ അധിഷ്ഠാന ദേവതകൾ ആരൊക്കെയാണ്? ഭോക്താവ് ആരാണ്? ഭുജിപ്പിക്കുന്നവൻ ആരാണ്? എന്താണ് ഭോഗം? എന്താണ് മുക്തി? ആരാണ് ജീവൻ? ആരാണ് പരമാത്മാവ്? ഇതെല്ലാം അങ്ങനോട് വിശദമായി പറഞ്ഞു തരൂ എന്ന് യമധർമ്മനോട് സാവിത്രി ദേവി ചോദിക്കുമ്പോൾ യമധർമ്മൻ പറയണു. വേദപ്രണിഹിതോ ധർമ്മകർമ്മയൻ മംഗളം പരം അവൈദികം തുയൽ കർമ്മ തദേവ അശുഭമേവജ. വേദോക്തമായ കർമ്മത്തിനെയാണ് കർമ്മമാണ് ധർമ്മം എന്നുള്ളത്. അതുതന്നെയാണ് മംഗളകരമായിട്ടുള്ള കർമ്മവും. അവൈദികമായിട്ടുള്ള കർമ്മം അശുഭകരമായിട്ടുള്ളതാണ്. അതായത് വേദത്തിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ അശുഭമാണ് എന്ന് പറയാണ്. ഒരു നിശ്ചിതമായ കാരണം കൂടാതെയും സങ്കല്പരഹിതമായും ചെയ്യുന്ന ഈശ്വര ആരാധനയാണ് കർമ്മത്തെ വേരോടെ നശിപ്പിക്കുന്നത്. അതുതന്നെയാണ് പരമഭക്തിയെ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ കാരണം കൂടാതെ സങ്കല്പരഹിതമായി ചെയ്യുന്ന ഈശ്വരാരാധന, അതിനാണ് നിഷ്കാമഭക്തി എന്ന് പറയുന്നത്. പരമേശ്വര പ്രീത്യർത്ഥം മുക്തി വേണം എന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കർമ്മം പോലും സകാമമാണ് എന്നാണ് ജ്ഞാനികളെ മഹാത്മാക്കൾ പറയുന്നത്. ആ മുക്തി വേണം എന്നുള്ള ആഗ്രഹം പോലും മനസ്സിലില്ലാതെ കണ്ട്, ഒരു ആഗ്രഹത്തിന്റെ കണികയും മനസ്സിലില്ലാതെ കണ്ട് ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നുള്ള ഒരേ ഒരു സങ്കല്പം മാത്രം വെച്ചുകൊണ്ട് അവനവന് വേണ്ടി ഒരു സങ്കല്പവും ഇല്ലാതെ കണ്ട്, ഒരു ഇച്ഛയും ഇല്ലാതെ കണ്ട്, ഒരു കാമനകളും ഇല്ലാതെ കണ്ട് നിഷ്കാമമായിട്ട് ആരാണോ ആരാധന എന്ന കർമ്മത്തെ ചെയ്യുന്നത്, അത് കർമ്മത്തെ വേരോടെ നശിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾക്ക് ഫലമില്ലാതെ, ആ കർമ്മങ്ങൾക്ക് പാപപുണ്യ ഫലങ്ങളില്ലാത്തതാവുന്നു എന്നർത്ഥം.
കർമ്മത്തെ വേരോടെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് എന്തുണ്ട്? വേരുണ്ട്. എന്താ വേര്? ഒന്നുകിൽ പാപം അല്ലെങ്കിൽ പുണ്യം. ഇത് രണ്ടും നമുക്ക് സിദ്ധിക്കുന്നുണ്ട് ആ കർമ്മത്തിലൂടെ. അപ്പോൾ ആ രണ്ട് പാപവും പുണ്യവും സിദ്ധിക്കാതെ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സങ്കല്പം അത്തരത്തിലുള്ളതാവണം. ഒരൊന്നും നമുക്ക് വേണം എന്നുള്ള ഇച്ഛയില്ലാതെ കണ്ട് കർമ്മം ചെയ്യുക, നിഷ്കാമമായിട്ടുള്ള കർമ്മം ചെയ്യുക. അത് തന്നെയാണ് പരമഭക്തിയെയും ഉണ്ടാക്കുന്നത്. ആരാണോ നിർലിപ്തനായിരുന്ന് കർമ്മഫലം ഭുജിക്കുന്നത് ആ ബ്രഹ്മഭക്തനാണ് മുക്തനെന്ന് പറയപ്പെടുന്നത്. യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നത് അവനാണ് മുക്തനായിട്ട് ഭവിക്കുന്നത്. കാരണം വീണ്ടും ജനിക്കാനുള്ള പാപപുണ്യ കർമ്മങ്ങളെ അവൻ ആ കർമ്മത്തിലൂടെ ആർജിക്കണില്ല. ഞാൻ ചെയ്യണു, എനിക്ക് വേണ്ടി ചെയ്യണു, അഹം മമ എന്ന വിചാരത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോഴാണ് ആ കർമ്മത്തിൻ്റെ ഫലാഫലങ്ങളെ ജീവന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും ദീർഘമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ചിന്തയില്ലാതെ ആര് കർമ്മം ചെയ്യുന്നുവോ അപ്പോൾ ഫലാഫലങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിലേക്ക് വരേണ്ടി വരുന്നില്ല, ജനിക്കേണ്ടി വരുന്നില്ല. ആ അവസ്ഥയെ, ജീവന്റെ അവസ്ഥയെ തന്നെയാണ് മുക്തി എന്നൊക്കെ ശ്രുതിയിൽ അഥവാ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ജീവന് ജനന മരണങ്ങളോ ജരാവ്യാധികളോ ശോകഭീതികളോ ഒന്നുമില്ല. ഭക്തി തന്നെ രണ്ടു വിധമുണ്ട് എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് എല്ലാവരും സമ്മതിച്ചതാണ്. ആദ്യത്തേത് മനുഷ്യർക്ക് കൈവല്യം പ്രദാനം ചെയ്യുന്ന നിർഗുണാത്മകമായ ഭക്തിയും, അതായത് മുക്തിയെ പ്രദാനം ചെയ്യുന്ന ഭക്തിയും, രണ്ടാമത്തേത് ബ്രഹ്മസാരൂപ്യം നൽകുന്ന സഗുണാത്മകമായ ഭക്തിയുമാണ്. മധ്യമാധികാരികളായ ഭക്തരെ ഹരിയുടെ സാരൂപ്യം നൽകുന്ന സഗുണഭക്തിയാണ് ആഗ്രഹിക്കുന്നത്. ബ്രഹ്മജ്ഞാനികളായ യോഗികളെ ഉത്തമാധികാരികളാണ്. അവരാദ്യം പറഞ്ഞ നിർവാണപ്രദമായ നിർഗുണഭക്തിയെയാണ് ആശ്രയിക്കുന്നത്. കർമ്മത്തിൻ്റെ ബീജം രൂപം സദാ കർമ്മത്തിൻ്റെ ഫലദാതാവാണ്. കർമ്മസ്വരൂപനും പരാപ്രകൃതിയുടെ, അതായത് മൂലപ്രകൃതിയോട് ചേർന്നിരിക്കുന്നവനുമാണ് ഈ പരമാത്മാവ്. അതിന് കാരണഭൂതനും ആ പരമാത്മാവ് തന്നെയാണ്. ദേഹം എപ്പോഴും നശ്വരമാണ്. അതുകൊണ്ട് മുൻപ് പറഞ്ഞതൊന്നും ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നതല്ല. പൃഥിവി, ആകാശം, വായു, ജലം, തേജസ് എന്ന പരമാത്മാവിന് സൃഷ്ടി കാര്യത്തിൽ സൂത്രരൂപങ്ങളായിട്ട് വർത്തിക്കുന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ. മണിമാലയിൽ സൂത്രം ഒരു ചരട് എന്ന പോലെ സൂത്രേ മണിഗണായിവ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മണിമാലയിലെ സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു ചരട്. ആ ചരടിലാണല്ലോ മണികൾ കോർത്തിരിക്കുന്നത്. അതുപോലെ സമഷ്ടി പ്രാണിയുടെ ശരീരത്തിലും ഈ പഞ്ചഭൂതങ്ങൾ സൂത്രരൂപത്തിൽ വർത്തിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പാഞ്ചഭൗതികമാണ് ഈ ശരീരം. അതൊരു ചരട് പോലെ ഈ ശരീരത്തിലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വർത്തിക്കണു എന്നവിടെ പറയാണ്. ഏതായാലും ബാക്കി ഭാഗങ്ങളെ ധർമ്മം കൊടുക്കുന്നതായിട്ടുള്ള ഈ ആത്മതത്വങ്ങളാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ സമയമായതുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീ ഹരയേ നമഃ.